ശിരൂരിൽ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ മുന്നറിയിപ്പടക്കം നൽകിയിട്ടുണ്ട്. പ്രദേശത്ത് ഓറഞ്ച് അലേർട്ടാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഇന്ന് രക്ഷാപ്രവർത്തനം നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റു വാർത്തയിലേക്ക്. ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ കണ്ണാടിക്കൽ സ്വദേശി അർജുന്റെ കുടുംബത്തിനും രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയ രഞ്ജിത്ത് ഇസ്രായേലിനുമെതിരെ സൈബർ ആക്രമണം. ഈ വിഷയത്തിൽ സംസ്ഥാന യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. അർജുന്റെ കുടുംബത്തിനും രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയ രഞ്ജിത്ത് ഇസ്രായേലിനും നേരെയാണ് രൂക്ഷമായി സൈബർ ആക്രമണം നടക്കുന്നത്. അർജുന്റെ കുടുംബം നടത്തിയ വാർത്താ സമ്മേളനം എഡിറ്റ് ചെയ്താണ് വ്യാജ പ്രചാരണം നടക്കുന്നത്. ഈ വിഷയത്തിലാണ് സംസ്ഥാന യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത്. സൈബർ ആക്രമണം നടത്തുന്ന ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് അക്കൗണ്ടുകൾ കണ്ടെത്തി നടപടി സ്വീകരിക്കുവാനും വിഷയത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാനും തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവികളോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു. അതേസമയം അർജുന്റെ അമ്മ ഷീലയ്ക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണത്തിനെതിരെ ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. കർമ്മ ന്യൂസ് എന്ന ഓൺലൈൻ ചാനലും അതിന്റെ റിപ്പോർട്ടർമാരും സാമൂഹിക മാധ്യമങ്ങൾ വഴി വിദ്വേഷ പ്രചരണം നടത്തുകയാണെന്ന് ജില്ലാ സെക്രട്ടറി പി സി ഷൈജു തന്റെ പരാതിയിൽ പറയുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.